തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF-ന് കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങിയിരിക്കുന്നു എന്ന് മാത്രമല്ല, കേരളത്തെ സംബന്ധിച്ച് അതിന്റെ തലസ്ഥാന നഗരത്തിൽ BJP ഭരിക്കാൻ പോകുന്നു, BJPയുടെ മേയർ ഉണ്ടാവാൻ പോകുന്നു എന്ന സവിശേഷത കൂടി ഈ തെരഞ്ഞെടുപ്പിന് ഉണ്ട്. ആ തെരഞ്ഞെടുപ്പ് ഫലം നമ്മൾ പരിശോധിക്കുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDF എന്ന് പറയുന്ന സംവിധാനം തകർന്നു പോവുകയും അതിന്റെ നേട്ടം BJP ഉണ്ടാക്കുകയും BJP അവിടെ ഒരു ഭരണസമിതിയെ ഉണ്ടാക്കാൻ പോവുകയും ചെയ്യുകയാണ്. കേരളത്തിന്റെ തലസ്ഥാന നഗരം ഇനി ഭരിക്കാൻ പോകുന്നത് BJP ആണ്, LDF ആണ്, CPIM ആണ് അവിടെ ക്ഷയിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം കാണണം. 50 സീറ്റ് കേവല ഭൂരിപക്ഷത്തിലേക്ക് കടക്കാൻ ഒറ്റ സീറ്റ് മതി ഇനിയിപ്പോ അവിടെ. എന്ന് വെച്ചാൽ ശ്രീ പ്രശാന്ത്, നിങ്ങൾ തോറ്റുപോവുകയും അവിടെ BJP കടന്നു കയറുകയും ചെയ്യുന്നു, UDF നില മെച്ചപ്പെടുത്തുന്നു. നിങ്ങൾ കാരണം BJP അവിടെ ജയിച്ചു, നിങ്ങൾ ഒറ്റ കക്ഷി കാരണം BJP അവിടെ ഭരണസമിതി ഉണ്ടാക്കാൻ പോകുന്നു. വിശദീകരിക്കണ്ടേ മലയാളിയോട്? അല്ല, കേരളത്തിലായാലും രാജ്യത്തിലായാലും BJPയെ വളർത്തിയതിൽ പ്രധാന പങ്ക് വഹിച്ചത് കോൺഗ്രസ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. LDF അല്ലെങ്കിൽ CPIM അതിൻ്റെ മതേതര നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ഓരോ സന്ദർഭങ്ങളിലും നിലപാടെടുക്കുന്നത്. നേരത്തെ ചർച്ചയിൽ പങ്കെടുത്ത സുഹൃത്തുക്കൾ പറഞ്ഞതുപോലെ LDF-നെ ഏതെങ്കിലും ഒരു ക്യാമ്പിൽ കൊണ്ടുപോയി തളച്ചിടാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. ഇപ്പോൾ ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നുവെന്ന് ഞങ്ങളെക്കുറിച്ച് പറയും. എപ്പോഴാണ്? ഇസ്രയേലുമായുള്ള വിഷയങ്ങൾ വരുമ്പോൾ, പാലസ്തീനുമായുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഉടനെ ഞങ്ങൾ ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നു എന്ന് പറയുന്നു. അയ്യപ്പ സംഗമം പോലുള്ള ഒരു പരിപാടി അവിടെ നടത്തുമ്പോൾ പറയും ഭൂരിപക്ഷ പ്രീണനം നടത്തുന്നുവെന്ന്. ഇത് കാലാകാലങ്ങളിൽ കൃത്യമായി പ്രയോജനപ്പെടുത്തുന്നത് കോൺഗ്രസ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇവിടെ BJPയെ ഉയർത്തിക്കൊണ്ടുവരാൻ എല്ലാ കാലത്തും പരിശ്രമിച്ചിട്ടുള്ളത് കോൺഗ്രസ് അല്ലേ? ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസിന്റെ കൈവശം വരുന്ന വാർഡുകളല്ലേ മഹാഭൂരിപക്ഷവും BJPയുടെ കയ്യിൽ നിലവിലുള്ള അവരുടെ സീറ്റുകളായി മാറിയത്? അപ്പോൾ അത് വിസ്മരിച്ചുകൊണ്ട് വർത്തമാനം പറയരുത്. അപ്പോൾ കേരളത്തിലും ഈ തിരുവനന്തപുരത്ത് അടക്കം BJPയെ ഉയർത്തിക്കൊണ്ടുവരാൻ എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുക്കുന്നത് കോൺഗ്രസ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന സീറ്റുകൾ പോയി, അവിടെ BJP ജയിച്ചു. നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന കോർപ്പറേഷൻ പോയി, താങ്കൾ അവിടെ മേയറായിരുന്നു, പോയി, ജയിച്ചത് BJP ആണ്. കോൺഗ്രസിന്റെ നില എത്ര കാലമായിട്ട് പരിങ്കലിലാണ്. എന്നൊരു പഴയ കഥ നെഹ്റുവിനെ പറയുന്ന പോലെ പറയല്ലേ, നിങ്ങളുടെ കയ്യിലായിരുന്നു, നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി, നിങ്ങൾ തോറ്റു, BJP ജയിച്ചു, തലസ്ഥാനം BJPക്ക് കിട്ടി. അതിന്റെ ഉത്തരം ആദ്യം നിങ്ങൾ പറയണം, പിന്നെയും പോയി കോൺഗ്രസിനെ പറയല്ലേ? അല്ല അല്ല അത് നിങ്ങൾ അവിടെ കോൺഗ്രസിന്റെ ആൾക്കാരോട് ചോദിച്ചാൽ മതി. ഞാൻ മേയറാവുന്നതിന് തൊട്ട് മുമ്പ് 40-ലധികം സീറ്റ് കോൺഗ്രസിന് തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ടായിരുന്നു. ആ സീറ്റുകളിലേക്കാണ് BJP കടന്നു കയറിയത്, അത് 35-ലേക്ക് എത്തിച്ചത്. അതെന്താ അങ്ങ് ചോദിക്കാത്തത്? ഞാൻ പറഞ്ഞൊരു പോയിന്റ് അതാണ്. ഈ നിലയിൽ BJPയെ സഹായിക്കുന്ന ഒരു നിലപാട് ഈ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് സ്വീകരിച്ചിട്ടുണ്ട്. ഞാനതാണ് ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞത്. മുട്ടടയടക്കം ഞങ്ങൾ പരാജയപ്പെട്ട സീറ്റുകൾ കൃത്യമായി പരിശോധിക്കണം. തിരുവനന്തപുരത്ത് BJPയെ സഹായിക്കുന്നില്ല, കോൺഗ്രസ് എങ്ങനെ സ്വീകരിച്ചു? തിരുവനന്തപുരത്ത് കോൺഗ്രസ് എവിടെയാണ് BJPക്ക് വേണ്ടി തോറ്റു കൊടുത്തത്? പല വാർഡുകളും ഞാൻ കൃത്യമായിട്ട് പറയാൻ വേണ്ടി കഴിയും. കാരണം നേരത്തെ കാലാകാലങ്ങളിൽ വോട്ടുകൾ ലഭിച്ചുകൊണ്ടിരുന്ന ആ സീറ്റുകൾ 500-ന് താഴേക്ക് വരികയാണ്. താങ്കളുടെ അഭിപ്രായം പറയാനാണ് ഞങ്ങളെ വിളിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് സമയം അങ്ങ് ചർച്ച ചെയ്ത് നടത്തിയാൽ മതിയല്ലോ. ഞാൻ ചോദിക്കുന്നത് അതിനെ കുറിച്ചല്ല. നിങ്ങൾക്ക് ഒരു ഒറ്റ ചോദ്യം, സിമ്പിളാണ് പ്രശാന്ത്, സിമ്പിളാണ്. നിങ്ങളുടെ കയ്യിൽ കഴിഞ്ഞ തവണ എത്ര സീറ്റ് ഉണ്ടായിരുന്നു, ഇപ്പൊ എത്രയുണ്ട്? BJPക്ക് കഴിഞ്ഞ തവണ എത്രയുണ്ടായിരുന്നു, ഇപ്പൊ എത്രയുണ്ട്? അത് പറയാമോ? അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഞങ്ങൾ പരാജയപ്പെട്ടത് ഞങ്ങൾ അംഗീകരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് കോൺഗ്രസ് പരാജയപ്പെട്ട സ്ഥലങ്ങളിൽ BJP ജയിച്ചാൽ കോൺഗ്രസിന്റെ വോട്ട് മുഴുവൻ ആസൂത്രിതമായി ഒഴുക്കിക്കൊണ്ടുപോയി കൊടുക്കുകയാണ് എന്ന ആക്ഷേപം ഉന്നയിക്കുന്നവരല്ല നിങ്ങൾ? അല്ല, ഞാൻ വ്യാഖ്യാനിക്കുന്നതന്നെയല്ല. സാധാരണ നിലയ്ക്ക് കോൺഗ്രസിന് എവിടെയെങ്കിലും ഒരു ക്ഷീണം ഉണ്ടായാൽ കോൺഗ്രസ് ആസൂത്രിതമായി വോട്ട് ഒഴുക്കി കൊണ്ടുപോയി BJPക്ക് കൊടുത്തു എന്ന് ആക്ഷേപിക്കുന്നവരല്ലേ നിങ്ങൾ? ഇപ്പൊ നിങ്ങളുടെ വോട്ട് കുറഞ്ഞു, BJP ജയിച്ചു, നിങ്ങൾ കൊടുത്തതാണ് എന്ന് ആക്ഷേപിക്കാൻ കഴിയില്ല ഇപ്പോ. അല്ല, അതാണ് ചോദിച്ചത്. നിങ്ങൾ വേണമെങ്കിൽ പരിശോധിച്ചോ. വലിയ വിളയിലെ BJPയുടെ കോൺഗ്രസിന്റെ വോട്ട് എവിടെ പോയി? കാഞ്ഞിരമ്പാറയിലെ കോൺഗ്രസിന്റെ വോട്ട് എവിടെ പോയി? വട്ടിയൂർക്കാവിലെ കോൺഗ്രസിന്റെ വോട്ട് എവിടെ പോയി? ഇങ്ങനെ പല വാർഡുകളിലും കോൺഗ്രസിന് മുൻകാലങ്ങളിൽ ലഭ്യമായിരുന്ന വോട്ടിന്റെ പകുതിയിലേക്ക് അവർ വന്നു. അവിടെ എല്ലാം BJP ജയിക്കുകയാണ്. ഞങ്ങൾ BJP ജയിപ്പിക്കുന്നു. 2020 കോൺഗ്രസ് എവിടെ കിടക്കും? നമുക്ക് അവിടുന്ന് എടുക്കാലോ. പഴയ കഥ പറഞ്ഞാൽ ഒരുപാട് പറയാൻ കാണും. 2020 കോൺഗ്രസ് വളരെ വീക്കാണ്. നിങ്ങളാണ് കോർപ്പറേഷൻ ഭരിക്കുന്നത്. 40 സീറ്റിൽ നിന്നും BJPയുടെ സീറ്റ്, കോൺഗ്രസിന്റെ സീറ്റ് 30-ആയി കുറയുന്നു, 20-ആയി കുറയുന്നു, കഴിഞ്ഞ തവണ 10-ആയി കുറയുന്നു. ഇത് പകരം ഈ ഭാഗത്തെല്ലാം വിജയം കൊയ്തത് ആരാ? BJP ആണ്.
ഞാനതാണ് സൂചിപ്പിച്ചത്. അങ്ങ് ഇപ്പോഴത്തെ ഒരു സിനാരിയോ വെച്ചിട്ട് LDF ആണ് BJP-യെ ഭരണം ഏൽപ്പിച്ചത് എന്ന നിലയ്ക്ക് വ്യാഖ്യാനിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട. അതിന്റെ ഉത്തരവാദിത്വം കോൺഗ്രസിനാണ്. ആ ഉത്തരവാദിത്വം അവർക്കങ്ങ് കൊടുത്താൽ മതി. ഞങ്ങളുടെ തലയിൽ ചേർത്താൻ വേണ്ടി നിൽക്കണ്ട. ശരി, അല്ലല്ല പ്രശാന്ത് 2000 ഞാൻ ചോദിക്കുന്നത് സിമ്പിൾ ആണ്. 2020 നിങ്ങൾക്ക് കോർപ്പറേഷനിൽ എത്ര സീറ്റ് ഉണ്ടായിരുന്നു പ്രശാന്ത്? 2020 പ്രശാന്ത് നിങ്ങൾക്ക് എത്ര സീറ്റ് ഉണ്ടായിരുന്നു? ഇപ്പൊ എത്രയുണ്ട്? BJP-ക്ക് എത്ര ഉണ്ടായിരുന്നു? ഇപ്പൊ എത്രയുണ്ട്? അത് മാത്രം പറയാമോ? അല്ല, അതേ ചോദ്യമാണ് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത്. അതിനു മുമ്പ് കോൺഗ്രസിന്റെ 40 സീറ്റ് ഉണ്ടായിരുന്ന സ്ഥാനത്ത് നിന്നാണ് 10ലേക്ക് അവർ താന്നത്. ആ സന്ദർഭത്തിൽ 35 സീറ്റ് BJP-ക്ക് വരികയാണ്. അതായത് കോൺഗ്രസിന് നിലവിലുണ്ടായിരുന്ന സീറ്റുകളിലേക്കാണ് BJP അവരുടെ സീറ്റ് നില വർദ്ധിപ്പിക്കുന്നത്. ഇപ്പൊ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന 10ഓളം വാർഡുകൾ പരാജയപ്പെടുത്താൻ വളരെ ആസൂത്രിതമായി കോൺഗ്രസ് BJP-യിലേക്ക് വോട്ടുകൾ മറിച്ച് നൽകിയിട്ടുണ്ട്. അതിന്റെ പേരുകൾ സഹിതമാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞത്. അങ്ങത് സൂക്ഷ്മമായി പരിശോധിക്കുക. അവിടെ മുൻകാലത്ത് കോൺഗ്രസിന് എത്ര വോട്ട് ഉണ്ടായിരുന്നു, ഇത്തവണ എത്ര വോട്ട് ലഭിച്ചു, ആ വോട്ട് എങ്ങോട്ടേക്ക് പോയി എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. കോൺഗ്രസ് നില മെച്ചപ്പെടുത്തുകയല്ലേ ചെയ്തത്, കൂടുതൽ സീറ്റുകൾ നേടുകയല്ലേ ചെയ്തത്. അത് സംഭവിച്ചിരിക്കുകയാണ് ഇവിടെ. കോൺഗ്രസ് തോറ്റു കൊടുക്കുകയല്ലോ ചെയ്തത്. ഞാൻ പറഞ്ഞത് 10ഓളം സീറ്റുകളിൽ LDF-ന്റെ സീറ്റ് കുറയ്ക്കുന്നതിന് കോൺഗ്രസ് BJP-യുമായിട്ട് വലിയ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉദാഹരണത്തിന് മുട്ടട എടുത്തോളൂ നിങ്ങൾ. മുട്ടടയിൽ 1000-ലധികം വോട്ട് BJP-ക്ക് ഉണ്ടായിരുന്ന സ്ഥാനത്ത് നിന്നും അത് പകുതിയിലേക്ക് താഴ്ന്നു. നിങ്ങൾ കുന്നുകുഴി എടുക്ക്, അവിടെയും ഈ നിലയിൽ വോട്ട് 300-ലേക്ക് BJP-യുടെ വോട്ട് താരുകയാണ്. അപ്പോൾ BDJS-ന്റെ അല്ലെങ്കിൽ അവരുടെ NDA-യുടെ ഘടകകക്ഷികൾ മത്സരിച്ച നന്തൻകൂട് പരിശോധിക്ക്, അവിടെയും 500-ന് താഴേക്ക് BJP-യുടെ കോൺഗ്രസിന്റെ വോട്ടുകൾ താഴുകയാണ്. അപ്പോൾ ഈ നിലയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയണം എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ധാരണ, ചില വാർഡുകളിൽ കോൺഗ്രസിനെ ജയിപ്പിക്കാനും ചില വാർഡുകളിൽ BJP-യെ ജയിപ്പിക്കാനും കൃത്യമായിട്ടുള്ള ഒരു അന്തർധാര ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പല വാർഡുകളും ഇപ്പോഴത്തെ ഫലം പരിശോധിക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക. അത് കൂടുതൽ വിശദമായ ചർച്ചകൾ ഞങ്ങൾ പിന്നീട് നടത്താം. നിങ്ങൾക്ക് ഭരിക്കൊന്നും പറ്റിയിട്ടില്ല എന്നാണ്.